കോടതിയിൽ ചില തെളിവുകളൊക്കെ കൊടുത്തിരുന്നു. നിങ്ങൾ തമ്മിൽ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ? വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ 2009 വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ 2012 ഞാൻ പുള്ളിക്കാരൻ, കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട്. അപ്പൊ ഞാൻ എന്നെ അങ്ങനെ എന്നെ പണ്ട് ഉപദ്രവിച്ച സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്. കാരണം ഈ കുറെ വ്യാജ പരാതികളും കാര്യങ്ങളും വന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇങ്ങനെ വ്യാജ പരാതികളുടെ, അതായത് മൂടുപടങ്ങൾ പൊളിച്ചു മാറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ മുകേഷിനെതിരെയും ജയസൂര്യക്കെതിരെയും ഒക്കെ ഈ ആരോപണം ഉന്നയിച്ച ഈ ഒരു മിനു മുനീർ എന്ന് പറയുന്ന വ്യക്തി അരുണുമായിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ. അപ്പോൾ ആ ഒരു സമയത്ത് കുറെ കാര്യങ്ങൾ, അതായത് ഈ അരുണ് ചോദിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ, കുറെയൊക്കെ തപ്പിത്തടഞ്ഞൊക്കെയാണ് ഉത്തരങ്ങൾ പറയുന്നത്. അപ്പൊ അത് നമുക്ക് കൂടുതലായിട്ട് കേൾക്കാം. മുകേഷുമായിട്ട് ഈ പീഡനത്തിന് ശേഷം സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. വാട്സപ്പ് ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് മുകേഷ് ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളാണ് അരുണ് ചോദിക്കണ സമയത്ത് മിനു പറയണ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ തമ്മിൽ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അത് ചോദിക്കണ സമയത്ത് നമുക്കൊന്ന് കേൾക്കാം. ഉപദ്രവിച്ചത് തന്നെ, എന്നെ പീഡിപ്പിച്ചത് തന്നെ ഓർമ്മയുണ്ടോ? അത് ഞാൻ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോ 2009 ഈ ദുരനുഭവം ഉണ്ടാവുന്നത് അല്ലേ മിനു? 2009 നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ മുകേഷ് സംസാരിക്കുന്നത് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ആ 2009 ബുദ്ധിമുട്ടുണ്ടായി. ആ 2009 വാട്സപ്പ് ചാറ്റില്ല, കാര്യം വാട്സപ്പ് ഇല്ലല്ലോ. പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ മുകേഷിനെ ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നോ, ഫോണിലൂടെയോ അല്ലാതെയോ? പിന്നെ നമുക്ക് ഞാൻ അന്ന് അവിടുന്ന് പിന്നെ കേരളത്തിൽ നിന്ന് പോയില്ല, 2013 ആയപ്പോഴത്തേക്കും പോയി. പിന്നെ ഞാൻ അന്ന് ഒരു സിംഗിൾ പേരന്റ് ആയിരുന്നു. അന്ന് ഞാൻ സിംഗിൾ പേരന്റ് ആ സമയത്ത്. അപ്പൊ ഞാൻ ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കുക. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങൾക്കാണ് പ്രയോറിറ്റൈസ് ചെയ്തത്. ഞാൻ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന്റെ കാര്യം നോക്കണോ, അത് ഇവർക്കെതിരെ കേസുമായിട്ട് പോകണോ? അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഇനി പറഞ്ഞു വരുന്നുണ്ട്. അതിലാണ് കോമഡി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ നമുക്കത് കേൾക്കാം. പക്ഷെ ഇന്ന് ഞാൻ പിള്ളേരെ കൊണ്ട് ചെന്നൈ പോയി. ഇതിനിടയിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു. ഞാനൊരു സിംഗിൾ പേരന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച കൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചത് തെറ്റാണ്. 2009 അല്ലെങ്കിൽ 2008 ആ ഒരു വർഷക്കാലമാണ് പറയുന്നത് ഈ ഒരു സംഭവമൊക്കെ നടന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 2 വർഷമോ 3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും അതായത് നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാരായിട്ടുള്ള എല്ലാ ബന്ധവും അങ്ങനെ നിർത്തിയിട്ട് പോകാനല്ലോ സാധാരണ ചെയ്യുക. പക്ഷെ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ വ്യക്തി ചെയ്തേക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. അവരുമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്നെ പീഡിപ്പിച്ചത് ഓർമ്മയുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് സിംഗിൾ പാരന്റ് ആയതുകൊണ്ട് ഇതേ ആളുടെ അടുത്ത് പോയിട്ട് തന്നെ പൈസക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. നമുക്ക് കേട്ടോക്കാം. തനിക്ക് അറിയാവുന്ന ഒരു സുഹൃത്ത് എന്ന നിലയിൽ തന്നെ തനിക്കൊരു ദുരനുഭവം ഉണ്ടായെങ്കിലും മുകേഷിനോട് പിന്നീട് ഒരു 3-4 വർഷത്തിന് ശേഷം മകളുടെ ഫീസിന് വേണ്ടിയിട്ട് താങ്കൾ പണം ചോദിച്ചു. സത്യസന്ധമായി പറഞ്ഞാൽ, കാരണം മുകേഷ് പറഞ്ഞിരിക്കുന്നത് ആ തെളിവുകൾ എത്ര രൂപ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ 25,000 ഞാൻ ചോദിച്ചു മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി. അതുകൊണ്ട് അപ്പൊ തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു. സോറി കേട്ടോ, ഞാൻ ടൈറ്റാണ്, ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. അയ്യോ, എന്നെ പീഡിപ്പിച്ച ആളും കൂടെയാണ്. എന്നിട്ടും ഒരു കൊച്ചിന്റെ അതുപോട്ടെ, എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല, പോട്ടെ, ഞാൻ അതൊക്കെ വിട്ടു. ഞാനിപ്പോൾ ചെന്നൈയിലാണ്. ഞാൻ അവിടെ ചെന്നൈയിൽ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നപ്പോൾ ഞാനിങ്ങനെ റോളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്. എനിക്കിന്ന് അതിലൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, അപ്പോ ഈ മിനു മുനീർ എന്ന് പറയുന്ന ആളുടെ സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂസ് കാണുമ്പോൾ തന്നെ ചിരി വരും. കാരണം ഒരു പറയുന്നതൊക്കെ ഭയങ്കരമായിട്ട് അവിടെ ഇവിടെ എന്തൊക്കെയോ ആയിട്ടാണ് സംസാരിക്കാം. അപ്പൊ അരുൺ എന്തായാലും കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം ചോദിച്ച സമയത്ത് ആകെ തപ്പിത്തടഞ്ഞിട്ടാണ് ആൾ പറയുന്നത്. കാരണം 25,000 രൂപ ഈ ഒരു മുകേഷിന്റെ അടുത്ത് ഈ ഒരു സംഭവത്തിന് ശേഷം വിളിച്ച് ചോദിച്ച സമയത്ത് മുകേഷ് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അതായത് ഞാനിപ്പോ ടൈറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അപ്പോ ഭയങ്കരമായിട്ട് ഫീലായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നമ്മളെ മോശം രീതിയിൽ അപമാനിച്ച് അല്ലെങ്കിൽ പീഡിപ്പിച്ച് അത്രയും വലിയൊരാളുടെ അടുത്ത് പോയിട്ട് വീണ്ടും പൈസക്ക് കടം ചോദിക്കുക, എന്നിട്ട് അയാള് പൈസ തരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഫീലായി, എന്തൊക്കെയോ പറയാനുണ്ട്. 25,000 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ മുകേഷിനോട് അന്ന്. 25
അന്ന് പുള്ളിക്കാരോട് ചോദിച്ചു, പുള്ളി അപ്പം തന്നെ എടുത്ത് എന്നെ ആക്ഷേപിക്കുന്ന പോലെ അന്ന് ഭയങ്കര അതിലും വലിയ വേദനയായിപ്പോയി. ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എൻ്റെ മോള് അടുത്ത് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, എൻ്റെ ഡ്രൈവറും ഇരിപ്പുണ്ട്. അവരുടെ മുമ്പ് വെച്ചാൽ ഹലോ മുകേഷ് ചേട്ടാ, എനിക്ക് ഒരു അർജൻറ്റ് കാര്യമുണ്ട്, മോളുടെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്. ഞാനിപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് 25,000 കുറവുണ്ട്. അവരെന്തോ ഊട്ടിയിലായിരുന്നു, അപ്പം എന്തോ 65,000 പെട്ടെന്ന് ഞാൻ കെട്ടണമായിരുന്നു. അപ്പോൾ എനിക്കൊരു 25,000 കുറവുണ്ട്, എന്നെ ഒന്ന് സഹായിക്കുമോ? ഞാൻ വളരെ പ്ലീഡിങ് ആണ് ചെയ്തത്, റിക്വസ്റ്റ്. ഒരു സിംഗിൾ പേരൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഉടനെ എന്നെ പറഞ്ഞു, സോറി കേട്ടോ, ഞാൻ ഇച്ചിരി ടൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് മനഃപൂർവ്വം. അപ്പോൾ എത്രയൊക്കെ ടൈറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അത്രയും വേദനിപ്പിച്ച് ഇപ്പോൾ ഒരു കേസൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു ഇതാണെങ്കിലും അപ്പോഴും വിളിക്കുന്നത് മുകേഷ് ചേട്ടാ. ഇത്രയും നമ്മൾ ഉപദ്രവിച്ച ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരാളെ ചോദിക്കുകയാണ് പൈസ തരുമോന്ന് ചോദിക്കുന്നത് മാത്രമല്ല, അത്രയും റിക്വസ്റ്റ് ചെയ്തു, അത്രയും ഇതായിട്ടാണ് അടുത്ത ഏതോ ആൾക്കാരോട് ചോദിക്കണത് പോലെയാണ് അവർ ചോദിക്കണത്. എനിക്കൊന്നും പെട്ടെന്ന് ഐ ഫെൽറ്റ് വെരി ബാഡ്. ഞാൻ ഓക്കെ സോറി കേട്ടോ, ചോദിച്ചിട്ട് സോറി കേട്ടോ എന്നാണ് പെട്ടെന്ന് വെച്ചു. അപ്പോൾ മുകേഷ് അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ മിനു പറഞ്ഞു, അയ്യോ സോറി, ഞാൻ ചോദിച്ചതിന് സോറി എന്ന് പറഞ്ഞിട്ട് ശരിക്കും പീഡിപ്പിച്ചത് മിനു ആണോ അതോ മുകേഷ് ആണോ എന്നുള്ള കാര്യമാണ് ഇവിടെ സംശയം. സത്യം പറഞ്ഞാൽ ഇവിടെ അരുണ് ഈ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊന്നും വ്യക്തമായിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ പെട്ടുപോയി എന്ന് പറയാം. ആരെങ്കിലും ഇങ്ങനെ ചെയ്യൂ? സത്യം പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ തന്നെ ഇവിടെ എന്താ പറയാ, എല്ലാ കളികളും പൊളിഞ്ഞു വീണെന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് എന്ന് പറയുന്ന ഡയറക്ടറുടെ കേസിൽ വന്ന ആ ഒരു പരാതിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, നിവിൻ പോളിയുടേത് പോലെ തന്നെ. അപ്പോൾ അതുപോലെ ഇതേ വ്യക്തി തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെയും പറഞ്ഞു വന്നിട്ടുണ്ട്, ഈ മിനു മുനീർ എന്ന് പറയുന്ന വ്യക്തി തന്നെ. അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് കേട്ടോ. ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തുവെന്നും പാസ്വേഡ് നശിപ്പിച്ചുവെന്നും അവർ പറയുന്നു. ഞാൻ 10-13 ദിവസമായിട്ട് ഞാൻ നിലം തൊടാതെ ഞാൻ SIT ടീമിനോട് എല്ലാ രീതിയിലും ഞാൻ അവരോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഇച്ചിരി കൂടുതലായിപ്പോ അവരെന്നോട് ചെയ്യുന്നത്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരിടപെട്ട് അവർക്ക് ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തു. എന്റെ ഫോണിൽ നിന്നെല്ലാം അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു, കമ്പ്യൂട്ടറിൽ നിന്നെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു, ലാപ്ടോപ്പിൽ നിന്നെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, എടുത്തോട്ടെ. അവർക്കിപ്പോ ഇപ്പൊ ഇവരുടെതെല്ലാം കണ്ടിട്ട് എനിക്കിപ്പോ സങ്കടം വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? എന്റെ ഫേസ്ബുക്ക് എനിക്ക് ആക്സസ് ഇല്ലാണ്ടാക്കി കളഞ്ഞിരിക്കുന്നു ഇപ്പം. അതായത് ഞാൻ സമൂഹമായിട്ട് ഞാൻ ഇടപെടരുത്, എനിക്കൊരു പ്രൈവസി വേണ്ടേ? ഞാൻ ഇവിടെ സമാധാനത്തോടെ ജീവിച്ചോണ്ടിരിക്കുന്ന വീടാ. ഇവിടെ ഇവര് എന്നും ഇങ്ങോട്ട് കയറി വന്ന് ഞാൻ എന്താ ചെയ്യാ? എന്റെ മോനൊരു പ്രൈവസി വേണ്ട, അവൻ ഇങ്ങനെ റൂമിൽ കയറി ഇരിക്കുവാ ഇവര് കാരണം കൊണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് മിനു പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പൊ പോലീസുകാർക്കെതിരെയും ഇതേ വ്യക്തി തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് പോലീസുകാർ ഡെയിലി വീട്ടിൽ വന്ന് നോക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രൈവസി, അല്ലെങ്കിൽ അവരുടെ ഫോണും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു എന്നും പറഞ്ഞിട്ട് അവർക്കെതിരെയും പരാതി കൊടുത്തിരിക്കുകയാണ്. അന്വേഷണം മുകേഷിന് വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് തലതിരിച്ചു വിടുന്നു, അപ്പോൾ അത്രയും സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും പരാതി കൊടുത്തിരിക്കുകയാണ്. ഇത് എവിടെ എത്തും നമുക്ക് കണ്ടറിയാം. മനസ്സിലായി, ഇവിടെ നീതി എന്നും ഇവിടെ എന്തൊക്കെ ഡേർട്ടി ഗെയിം ആണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞ കംപ്ലൈന്റിന് അതിന് ഒരു മാറ്റമില്ല, ഞാൻ അത് ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇവരുടെ ഈ ഹരാസ്മെന്റ് അല്ലേ, ഇതെനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അത്യന്തം ഗൗരവതരമായ പരാതിയാണ് മുകേഷ്. അപ്പോൾ ഇവര് ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടില് ഡെയിലി വന്ന് കയറി ഇറങ്ങുന്നത് കാരണം മക്കൾക്ക് ഒരു പ്രൈവസി ഇല്ല, അല്ലെങ്കിൽ മോനൊരു പ്രൈവസി ഇല്ല, ആ രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം അവർക്കെതിരെയും പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് കണ്ടറിയുന്നത് എന്താണ്, എവിടെ എത്തുന്നൊക്കെ. ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലെ പരാതികൾ പോലെ തന്നെ ഇതും എങ്ങനെ പോകുന്നോ, ഏത് വഴിയിലോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. പരാതിയിൽ എന്തായാലും ഉറച്ചു നിൽക്കും, ഇതേക്കോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ. അപ്പൊ പോലീസുകാർക്കെതിരെയും കൂടി പരാതി കൊടുത്ത സ്ഥിതിക്ക് ഇനി ഇത് എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും WCC അംഗങ്ങളും തമ്മിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് റീമ കല്ലിങ്കൽ പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. കണ്ടു, നല്ല മീറ്റിംഗ് ആയിരുന്നു. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞത് തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നത്. നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ കഴിയും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച്, ഗവൺമെന്റ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത്. മുന്നോട്ടാണ്, സൊല്യൂഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എവിടെ എത്തും, എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ WCCയിലുള്ള അംഗങ്ങൾക്കെതിരെ പോലും എന്താ പറയാ ഓരോരോ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇത് വേഗം തന്നെ ഇതിനൊരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ ഇത് എങ്ങോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. കാരണം ഇപ്പൊ കുറച്ചൊക്കെ നമ്മുടെ നിവിൻ പോളിക്കെതിരെയുള്ള വ്യാജ ആരോപണങ്ങളും കാര്യങ്ങളുമാണെന്ന് നിവിൻ പോളി പറഞ്ഞതിൽ പിന്നെ കുറച്ചൊക്കെ ഒന്ന് താഴ്ന്ന്, അല്ലെങ്കിൽ കുറച്ചൊന്ന് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കിത് ഒരു സൊല്യൂഷനും കാര്യങ്ങളും വേണം.
അത് എന്തായാലും ഇത്രയും ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. ഇതിൽ നല്ല ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളും ജെന്യൂൻ ആയിട്ടുള്ള പരാതികൾ വന്നിട്ടുണ്ട്. അത് അന്വേഷിച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ അത് പോകണം. അത് ഇതിന്റെയൊക്കെ ഇടയിൽ അതങ്ങ് മാഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ അതും ഇതിന്റെ കൂടെ തന്നെ നടക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് കണ്ടറിയാം എന്ത് സൊല്യൂഷൻ ആണ് ഇനി നടക്കാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നതും, എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എന്തായാലും താഴെ കമന്റ് ചെയ്യാം.